ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് പേപ്പറും ഗ്രീൻ കളർ പേപ്പറും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്രീൻ കളർ പേപ്പർ നമുക്ക് തണ്ടുകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വൈറ്റ് പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആ ഒരു പേപ്പർ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ സെലക്ട് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് സ്കെച്ച് പേനയാണ്. ഇതിൽ നിന്നും ലൈറ്റ് ഗ്രീൻ കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇലകളിൽ വെയിൻസൊക്കെ വരച്ചെടുക്കുന്നത്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ വെയിൻസൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാത്തിലും നമ്മൾ അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ലൈറ്റ് ഗ്രീൻ ആക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ ചെറിയൊരു പീസാണ്. സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ ആ ഒരു ചെറിയ പീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ പെയിൻറ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ പെയിൻറ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാ ഇലകളിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇല നല്ല ഭംഗിയായിട്ടില്ലേ? ബാക്കിയുള്ള ഇലകളിലും നമുക്കതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിൽ ഒരു ആർട്ടിഫിഷ്യൽ മയിൽപ്പീലി ചെയ്തെടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മളിതാ അതുപോലെ വേറെ കുറച്ച് ഇലകളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ഇലകൾ നമ്മൾ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളിതാ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസും ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇത് നമുക്ക് ആ ഇലകൾക്ക് തണ്ടൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഇലകൾക്കും വേണ്ടിയിട്ടുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഇലകളിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള തണ്ടിൽ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഇലയിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഇലകളിലും നമുക്ക് അതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ലാസ്റ്റ് ഇലയിൽ നമ്മൾ തണ്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇലകൾക്കെല്ലാം തണ്ടുകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതുപോലെ വേറെ ഒരെണ്ണം കൂടി ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ഇലകൾ നോക്കി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ചുരുട്ടിയെടുത്തിട്ടുള്ള ഇതിനകത്ത് നമ്മൾ 2 ഈർക്കിളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കൂടുതലായി നിൽക്കുന്ന ഭാഗം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ ഇലകൾ വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. വെറൈറ്റി വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഇലകൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ഇല നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത് ഇവിടെ ആയിട്ടാണ്. സിമ്പിളാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ചെയ്തെടുക്കാനായിട്ട്. പറ്റുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID-യിലേക്ക് സെൻഡ് ചെയ്ത് തരിക. ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചെറിയ ഇലകളെല്ലാം ഇതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു 4 ഇലകൾ കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാനുണ്ട്. എല്ലാ ഇലകളും നമ്മൾ ഒട്ടിച്ചെടുത്ത് തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മളിതാ ഒരു ഗ്രീൻ കളർ പേപ്പറിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക്? അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നമ്മളൊരു പോട്ടിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചാനലിൽ കുറേ മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ക്രാഫ്റ്റ് വർക്കായിരുന്നു. പോപ്കോണിൻ്റെ കപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.